ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നമ്മളെ അമ്മേൻ്റെ അടുത്ത് പോവാണ്. അതൊക്കെ ഷാളൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളെ ടെക്സാ ബേബി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങോട്ടും പോകാൻ പറ്റില്ല. അടിയായിരിക്കും. ഇപ്പം ഞാൻ ബാഗ് അങ്ങോട്ട് തൂക്കിയാൽ ഷാളിട്ടത് കണ്ടില്ല. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് സുഖനിദ്ര പറയാൻ പോവാം. സുഖമായ സുപ്രഭാതം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മൾ തന്നുകൊണ്ട് നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോട്ടെ. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോവുകയാണ്. ടെറ്റോ ബൈ ബൈ. നമുക്ക് ടെക്സാ ബേബീൻ്റെ ഒരു അടി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കിടക്കയിൽ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ലവ് യു ശേഷം എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കാണാം കേട്ടോ. ഹലോ ഗൈസ്, ഞാനിത് അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ബാഗൊക്കെ തൂക്കിക്കുന്നത് നമ്മളെ ടെക്സാ ബേബീൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. നോക്കണക്ക് എന്തേ ഒന്ന് മിണ്ടാണ്ടിരിക്കും. നമുക്ക് ചപ്പലിടാം. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഗൈസ്. അപ്പം നമ്മൾ ചപ്പലൊക്കെ ഇട്ട് ഈ ചപ്പലും ശേഷം പൊളിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ കുലായിലെ ചപ്പലിട്ടിട്ട് ടാറ്റ ബൈ ബൈ പോവാണ്. എന്താണ് ഇനി അവിടെ ഇരിക്കല്ലേ? ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ ഇറങ്ങിയിട്ട്. രണ്ടാൾക്ക് ചോറ് കൊടുത്ത് ടോയ്ലറ്റ് കൊണ്ടുപോയി രണ്ടാളതും കഴിഞ്ഞ് ഇനി സുഖനിദ്രയായിട്ട് ഉറങ്ങുക. അമ്മമ്മേൻ്റെ അടുത്ത് പോയി വരും. പൊട്ടൊക്കെ പോക്കി കൂമണ്ടായി നിൽക്കാണ്. അമ്മ ടാറ്റ പോട്ടെ. ബൈ ബൈ. ഒന്നുമില്ല, അമ്മ പോട്ടേന്ന്. അമ്മ ഇപ്പൊ വരുന്നേ. അമ്മ നിന്നോക്കടേ. അത് നടക്കും. ശിവവാ അമ്മ ചേട്ടാ. ഏത് പ്രശ്നമുണ്ട് കുട്ടിക്ക്? എൻ്റെ കുട്ടിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അമ്മമ്മൻ്റെ അടുത്ത് പോവല്ലോ നീ അമ്മ അല്ലേ? കൊങ്കണ്ണ് വെച്ച് നായി വരുന്നുണ്ടോ? ദക്ഷൻ്റെ അയലംകൂട്ടിൽ കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ നമുക്ക് പോയാലോ? ചാച്ചാ പോവല്ലേ? ഒന്നുള്ളൂ. ഞാൻ മീനിന്റെ പൈസ കൊടുക്കാൻ. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. എൻ്റെ അമ്മ എന്താ വരണ? അമ്മ എന്താ നേരത്തെ എന്നോട് പറഞ്ഞേ? അമ്മ നേരത്തെ എന്താ അങ്ങനെ പറഞ്ഞ എന്നോട്? ചായ കുടിക്കാ? എന്താ കനം? ദോശ ചട്നി. നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് മാത്രം തിന്ന് പോകുന്നു. എൻ്റെ അമ്മ ചായ കുടിക്കാണ്ട് സമ്മതിക്കേയില്ല. അപ്പോൾ എനിക്കിവിടെ ചുട്ട് വെച്ചിട്ടുണ്ടാവും നിൽക്കാറ്. പിന്നെ വെറുതെ ഞാൻ ചപ്പാത്തി തിന്നില്ല, ചുട്ടിട്ടുമില്ല. ഞാൻ അവർക്ക് മാത്രം, അമ്മായിക്കും ഉണ്ണേട്ടനും ഡെക്സാ ബേബിക്കും. സിയു അയക്കൂലല്ലോ. സിയുവിന് ചോറ് കൊടുത്ത് ബാക്കി കുഴച്ച പൊടി അവിടെ തെച്ച് ഉണ്ണേട്ടനൊക്കെ രാത്രി ചപ്പാത്തി ചൂടാലോ. അപ്പം നമുക്ക് ദോശ കഴിച്ചാലോ? ശരി, നീച്ചോളൂ. എൻ്റെ അമ്മതോ എനിക്ക് ചായ എടുക്കാൻ പോണ. ചായ ഒന്നും എടുക്കാൻ പോണ്ട അമ്മ, വെള്ളം കുടിച്ചോണ്ട് ഞാനിട്ടാ. സുന്ദരിയേവ വെണ്ണിലവേവ ജീവതാളമേ പ്രണയിനി ഒന്നൊരിക്കലുണ്ട്. ഹലോ, ദോശ ഉള്ളി ചട്നി അല്ലേ? അമ്മ ചായ എടുക്കാൻ പോയി. നമുക്ക് ചോദിക്കാം അമ്മൻ്റെ അടുത്ത്. രണ്ടെണ്ണമൊക്കെ വേണമേ. അപ്പൊ എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യല്ലേ? ഞാൻ ദോശയും ഉള്ളിച്ചട്നി ഇട്ടൊക്കെ. ഉള്ളിച്ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ചട്നി ഉണ്ടാക്കും, ഉള്ളിച്ചട്നി ഉണ്ടാക്കും. ഉള്ളിച്ചട്നിയാണ് എനിക്കിഷ്ടം.
സൂപ്പർ, അടിപൊളി. കുറേ ഈ ദോശയൊക്കെ കഴിച്ചിട്ട്. അവിടെ ചപ്പാത്തി ഇല്ലേ, നമ്മളെ വീട്ടിൽ ചപ്പാത്തി ഇല്ലേ? എന്റെ കുട്ടിയൊക്കെ അറിയില്ലേ ചപ്പാത്തിയാന്ന്? അമ്മ എവിടെയാ? നല്ല നെയ്സാക്കി ചുട്ട്, നല്ല സൂപ്പറാക്കി ചുട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അമ്മ എവിടെയാ? ഹലോ, നമ്മൾ ദോശ തരുന്നു. നമ്മളമ്മ ചായ എടുത്തത് വരെ വന്നില്ല. ചായ വേണ്ട, വെള്ളം മതിയെന്ന് പറഞ്ഞതാണ്. കേൾക്കൂല. ചായ കൊണ്ടുവരും, പക്ഷെ സ്ട്രോങ്ങിലൊന്നും കൊണ്ടുവരില്ല. നല്ല വെള്ളം പോലത്തെ ചായ കൊണ്ടുവരാം. എന്താക്കുന്നു? അല്ല, അമ്മണിമങ്ക ചായ ഇട്ട് ഞാൻ ദോശ ഇന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ചായ എത്തണം. ചായ ഇല്ല, ഓർലിക്കാണല്ലേ അമ്മ കൊണ്ടുവന്നത്. ഞാൻ ഓരോ പറഞ്ഞ് നല്ല സ്ട്രോങ്ങുള്ള ചായ നല്ല കൊണ്ടുവന്നിട്ട് വെള്ളം പോലത്തെ ചായ പറയ ഞാൻ. നല്ല സൂപ്പറാണ് ചട്നി, അടിപൊളി. എനിക്ക് ഉള്ളി ചട്നി ഇഷ്ടമേ. തക്കാളിയിലൊക്കെ വെളിച്ചെണ്ണ വാട്ടിയിട്ട്, മുളകൊക്കെ വെളിച്ചെണ്ണ വാട്ടിയിട്ട്. വെള്ളം പോലത്തെ ചായയിലിട്ടുണ്ട് അമ്മടുത്ത്. ഹോർലിക്സാ കേട്ടോ. അമ്മനെ കുറ്റം പറഞ്ഞോളല്ലേ. അമ്മ അങ്ങനെ നേർമ ചായ എടുക്കാണ്. അമ്മക്ക് അധികം കടുപ്പത്തിൽ കുടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്കും ഇഷ്ടമല്ല. ഞാൻ കട്ടി ചായ വെള്ളം പറഞ്ഞു ഹോർലിക്സ് ട്ടാ. അപ്പൊ ബാ, ഇനി ഉച്ചക്ക് കാണാട്ടാ. ഇങ്ങനെ ഇരുട്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇങ്ങനെ നല്ല വെളിച്ചുണ്ട്. ഇങ്ങനെ ഇരുട്ട്. ബായ്. ഉച്ചക്കിട്ടാ. ഉച്ചക്ക് എന്താ അമ്മേ? ആ, മറ്റേ പറയണം, ഞാൻ എടുക്കാം. ഉച്ചക്ക് എന്താണ് അമ്മ? നമുക്ക് എന്താണ് മന്തി. ഉച്ചക്ക് എന്താണ് അമ്മ? ഉച്ചക്ക് മങ്കി. എന്തായാലും പറയാ, അമ്മക്ക് മന്തി എന്നാണെന്നുള്ളത് അറിയില്ല. അമ്മ പറയും മങ്കി. മന്തി 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 കുഴിമന്തി കുഴിമന്തി. എന്റെ അമ്മക്ക് നല്ല അക്ഷരസ്ഫുടത്തിക്കുള്ള ആളാണ്. ചിലപ്പോ വേണു ഉച്ചക്ക് നമുക്ക് ഓർഡർ ചെയ്ത് കഴിച്ച പണിയൊന്നുമില്ലല്ലോ. അതാണല്ലോ അമ്മ. എന്റെ അമ്മ തിന്നുവോ? ഞാനൊരു നുള്ളി തിന്നേ ഉള്ളൂ. ഈ വലിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമില്ല. പക്ഷെ ആ ചോറ് കഴിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടല്ലേ? ഇത്തിരി കഴിക്കും. അപ്പൊ ഇനി ഉച്ചക്ക് നമുക്ക് മങ്കി കഴിക്കുമ്പോ കഴിക്കില്ലാന്ന് മക്കൾക്ക് വരാറല്ലേ, അതുകൊണ്ട് ലേശം തിന്നാന്ന് മാത്രം. അയ്യോ, എന്നാ ഞാൻ വെച്ച ചോറ് രസത്താറിയ ആലോചിച്ചില്ല. ചേച്ചി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മന്തി വാങ്ങാന്ന്. അപ്പൊ ഞമ്മക്ക് ഉച്ചക്ക് ശേഷം മങ്കിയോട് കൂടി കാണുന്നതായിരിക്കും. അമ്മ പത്തരമാറ്റിലെ കഥ പറഞ്ഞില്ലേ എനിക്ക്? പിന്നെ എന്റെ കഥ ഉണ്ടല്ലോ, പുസ്തകത്തിൽ വലിയ കഥ. അത് രമ്യമോൾ ചോദിച്ചിട്ട് ബുക്കാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ ഏതോ കാലം 18 വയസ്സിലോ 17 വയസ്സിലൊക്കെ എഴുതിയ കഥയാണ്. ഈ ആ ബുക്കും കൊണ്ട് അവിടെ എഴുതി കൊണ്ടുപോയിടും, അതുകൊണ്ട് വേണ്ട എന്നെ വിളിക്കണമെന്ന് അറിയിനി. അവിടെ വന്നപ്പോൾ മോള് ഇത് ബുക്കാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഞാനത് യൂട്യൂബിലിട്ടില്ല, അത് ഇന്ന് സേഫായിട്ട് യൂട്യൂബിലുണ്ടാവും. അതന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് എങ്ങനെ സൂക്ഷിച്ച് ഇട്ടിരിക്കുന്ന മോളാണ് ആ പുസ്തകം. വേറൊന്നോട്ടെ നന്ദി കിട്ടാൻ വേണ്ടി കുറെ കളിച്ചു. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് കിടക്കുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടി കിടക്കണോ? അയ്യടാ അമ്മക്കുട്ടിയാ, സുന്ദരിക്കുട്ടിയാ, നമുക്ക് മന്തി കഴിക്കണ്ടേ? ഞങ്ങൾ മങ്കി, നമുക്ക് മങ്കി കഴിക്കാണ്ട്. മന്തി പപ്പ റെഡിയാക്കി. ഞാൻ മങ്കിയല്ല മന്തിയാന്നാ പറയുന്നില്ല അമ്മ. ഇനി മങ്കി എന്നാരോടെയും പറയോ? ഇനി എന്താ പറയാ? ഗീതമോള് പറയും ബേബിയച്ചിന്റെ എല്ലാ വീഡിയോ ഞാൻ കാണും. പിന്നെ മോള് കാണും. നമ്മളെ ഗീതുമോള്. അപ്പൊ ഗീതുമോക്കൊരു ഹായ് പറഞ്ഞാലേ. ഗീതുമോക്കൊരു ഹായ്. എല്ലാ മക്കൾക്കും ഒരു ഹായ്. എന്റെ അമ്മന്റെ ഹായ് കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി എന്റെ ഏച്ചൊക്കെ വന്നിട്ട് കാണാട്ടാ. ചിലപ്പോൾ ഒന്നും ചെയ്യാതെ
ആസ്വദിക്കാൻ നോക്കി. ആ സമയം ഒരു സിനിമാ നടിയെ പോലെ രേവതി അവിടെ എത്തി. അമ്മ മങ്കിരുന്നാ എന്തായാലും വർഷയ്ക്കൊന്നും പറ്റാതിരുന്നത് ഭാഗ്യം. വർഷയ്ക്കൊന്നും പറ്റില്ല. രേവതി അവിടെ രക്ഷിച്ച ബഹുമാനവും കൂടി. എന്ത് എന്റെ കൈപ്പിടി റോസ് മിൽക്ക് കഴിച്ചോളൂ ചേച്ചിന്റെ അടുത്ത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവളെ കലക്ഷൻ കഴിഞ്ഞ് വന്നത് ചേച്ചി. വേണ്ട രീതിയിൽ കാര്യങ്ങൾ നീക്കാം. ഇപ്പൊ തന്നെ സ്നേഹത്തിനെ കാണാൻ പോവാ. ഹലോ, നമ്മളെ മന്തി നമ്മളെ പ്ലേറ്റ് അടുത്തോട്ടോ. നമ്മക്ക് മന്തിന്റെ പീസൊക്കെ പൊളിക്കും. ചോറ് ഇത്തിരി കൂടി വേണക്ക്. അങ്ങനെ ചോറ് പൊളിക്കും. ഇത് നമ്മുടെ മുകന് അമ്മ കുലായി നയിക്കണ്ടെന്ന് പറയാം. അമ്മ കുലായിന്ന് കഴിക്കണ്ടെന്ന് പറയാം അവരോട്. നമ്മളെ വീഡിയോയിൽ ഇതൊക്കെ ആണല്ലോ അമ്മയ്ക്ക് പറയുന്നേ. അറിയാല്ലോ, പറയണാണ് മങ്കിന്ന്. മയോണൈസ് വേണത് ഞങ്ങൾക്ക്. മയോണൈസ് പറഞ്ഞ പിന്നെ വേഗം അടുത്തു. മയോണൈസിന് പാരമ്പര്യ കൂടി ചോറ് അങ്ങോട്ട് ഇട്ടാലോന്ന് ആലോചിച്ചു. എന്താ ഇനി തിന്നുമ്പോ കാണാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളൊക്കെ ചോറ് വെച്ചോളി. നമ്മളിതാ ചോറ് കഴിക്കണം. എൻ്റെ കുഞ്ഞിന് അച്ഛൻ ചോറ്റാനിക്കരയിൽ കൊണ്ടുവന്ന് ചിരട് കിട്ടി. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ ഹാപ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ കുറച്ച് വയ്യായിയൊക്കെ വന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിൻ്റെ എൻഡിങ് ലാസ്റ്റ് ബായ് ഒന്നും പറഞ്ഞില്ല. അപ്പം അതിനായിട്ട് വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാന്വേഷണം സന്തോഷവും തരുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, നമുക്കും സമാധാനം ഉണ്ടാവട്ടെ. ബായ്. ഗുഡ് നൈറ്റ് പറയാനായില്ല, ഗുഡ് ഈവനിങ് ആണ്. സമയം 6:43 വിറ്റാ. വീഡിയോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ച്. അപ്പോഴേക്ക് യൂട്യൂബിൽ ഇന്നെ എല്ലാവരും മറന്നു പോകും. അതുകൊണ്ടാണ് വയ്യായിരുന്നു. ലവ് യു ഉമ്മ.